ആഗത്ത ഓൾ അലോങ് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിന് ശേഷം ഇറങ്ങുന്ന ആദ്യത്തെ മാർവലിൻ്റെ സീരീസാണ്. അപ്പം ഒരു വലിയ ബ്ലോക്ക് ബസ്റ്ററിന് ശേഷം ഇറങ്ങുന്ന സീരീസ് എല്ലാ ഫാൻസിനും ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഈ ഒരു സീരീസിനകത്ത്. ആദ്യത്തെ 2 എപ്പിസോഡാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ 2 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് എനിക്കുള്ള ഇമ്പ്രഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം വർക്കായില്ല, ആദ്യത്തെ 2 എപ്പിസോഡേ വർക്കായില്ല. മാർവലിൻ്റെ വേസ്റ്റ് പ്രോജക്റ്റുകളിൽ നോക്കിയാൽ തന്നെ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കുറച്ച് നന്നായിരിക്കും, ഇത് അതുപോലും ഇല്ല എന്നുള്ളതാണ്. എനിക്ക് ഇനിഷ്യലി ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇതിൻ്റെ സ്റ്റോറി പോകുന്നൊരു പോക്കും ഇതിൻ്റെ ആക്ടിങ് പോകുന്നൊരു പോക്കും 2 ഡയറക്ഷനിലാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു ക്യാരക്ടർ ഫസ്റ്റ് 2 എപ്പിസോഡിൽ കാണിച്ച് ഒരു ക്യാരക്ടറെങ്കിലും ഒരു ഡ്രമാറ്റിക് ഫീൽ ഇല്ലാതെ അഭിനയിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ച് നന്നായിരുന്നു. പ്രത്യേകിച്ച് അകത്ത എന്ന് പറയുന്ന ക്യാരക്ടർ എന്തോ ആ ഒരു ക്യാരക്ടറിനോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടാണോ എന്തോ എന്നറിയില്ല, ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അഭിനയം, എന്തൊക്കെയോ ഫോൾട്ട് ഇതിനകത്തുണ്ട് എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ട് ഇത് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ. ആദ്യത്തെ 2 എപ്പിസോഡ് 40 മിനിറ്റ് വെച്ചിട്ടാണ് ഉള്ളത്. ഞാൻ വിചാരിച്ചത് ഒരു ഒറിജിൻ സ്റ്റോറി ആയിരിക്കും, ആഗത എന്ന് പറയുന്ന ക്യാരക്ടർ ഒറിജിൻ സ്റ്റോറിയൊക്കെ ആയിരിക്കും കാണിക്കുന്നത് എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ വാണ്ടാൻ വിഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു 3 ഇയേഴ്സ്, ആ 3 ഇയേഴ്സ് കഴിഞ്ഞിട്ടുള്ള സ്റ്റോറി നമ്മൾ വാണ്ടാൻ വിഷനിൽ കണ്ടതാണ്. വാണ്ട ആഗതയുടെ ഫുൾ പവർ അബ്സോർവ് ചെയ്യുന്നു, ഡാർക്ക് ഗ്രിംഹോൾഡ് കൊണ്ടുപോകുന്നു, അങ്ങനെയാണ് സ്കാർലറ്റ് വിച്ച് ആകുന്നതും പിന്നെ മൾട്ടിവേഴ്സ് മാഡ്നസ് വരുന്നതും അതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പം ഒരു സ്പെല്ലിനകത്താണ് വാണ്ടയുടെ ഒരു സ്പെല്ലിനകത്താണ് ആഗത വെസ്റ്റ് സൈഡിൽ ഈ ഒരു സ്പെല്ലിനകത്ത് ആഗതയ്ക്ക് എന്താണ് സംഭവിച്ചത്, പവർഫുൾ നഷ്ടപ്പെടും ഒന്നും അറിയില്ല. അങ്ങനെ 3 ഇയേഴ്സ് ഇങ്ങനെ ഈ ഒരു സ്പെല്ലിൽ ഒരു ലൂപ്പിൽ പോകുന്നു. ഒരാൾ വന്നിട്ട് ഈ ഒരു സ്പെല്ല് ബ്രേക്ക് ചെയ്യുന്നു, ആഗത ഫ്രീ ആകുന്നു. അങ്ങനെ ഈ ഒരു പവറെല്ലാം തിരിച്ച് അബ്സോർവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റീഗെയിൻ ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് വിച്ച് അല്ലെങ്കിൽ കവനൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വിച്ച് ക്രാഫ്റ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് വേ ഉണ്ട്. അതായത് ഇതെല്ലാം പഠിച്ച് ഉള്ള പവർ, അതായത് ആഗത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ആഗതയ്ക്ക് ഓൾറെഡി ഫുൾ പവർ ഉള്ളൊരു വിച്ചായിരുന്നു. ഈ പവർ ഫുള്ള് വേറൊരു വിച്ച് അബ്സോർവ് ചെയ്തുകൊണ്ട് ഫുള്ള് പോയി എല്ലാം നഷ്ടപ്പെട്ടു. അപ്പം ഒരു വിച്ച് ദ റോഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഈ വിച്ച് ക്രാഫ്റ്റിനകത്തുള്ളതാണ്. ആ ഒരു റോഡ് കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണോ നഷ്ടം, നമ്മുടെ മിസ്സിങ് ആയിട്ടുള്ള എന്താണോ വിച്ചിൽ ആ സാധനം തിരിച്ച് കിട്ടുന്നതാണ്, റീഗെയിൻ ചെയ്യുന്നതാണ് അവരുടെ മിത്ത്. അപ്പം ആ ഒരു റോഡിൽ പോകാനായിട്ട് ഇവരൊരു കവൻ സ്റ്റാർട്ട് ചെയ്യുന്നു കുറേ വിച്ചസിനെ വെച്ചിട്ട്. അപ്പം ആഗത എന്ന് പറയുന്ന ക്യാരക്ടറിനെ ആർക്കും വിശ്വാസമൊന്നുമില്ല. കാരണം ആഗത ഭയങ്കരമായിട്ട് നമ്മൾ യൂസ് ചെയ്യും എന്നുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഇങ്ങനെ കസുകളുള്ളതും അല്ലെങ്കിൽ പവർ നഷ്ടപ്പെട്ടതുമായിട്ടുള്ള കുറച്ച് വിച്ചുകളെയൊക്കെ സംഘടിപ്പിച്ച് ആഗത ഒരു കവൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ റോഡിൽ പോകുന്നതാണ് ഈ സ്റ്റോറി കാണിക്കാനായിട്ട് പോകുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് 2 എപ്പിസോഡിൽ ഇതാണ് കാണിക്കുന്നത്. അപ്പം ആഗത്തെ ഇല്ലാതാക്കാനായിട്ട് ആഗതയുടെ പഴയ കവൻസും ദ 7 എന്ന് പറയുന്ന വേറൊരു ടീമൊക്കെ വരുന്നുണ്ട്. അതായത് ആഗത പണ്ട് ഭയങ്കര സീനായിരുന്നല്ലോ, കാരണം കാണിക്കാത്ത കുത്തിക്കഴിമ്പുകളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് സത്യം. ഡാർക്ക് ഗ്രിംഹോൾഡ് കൊണ്ടിരുന്നു, അങ്ങനെ ഫുൾ ഡാർക്ക് സൈഡ്, വിച്ച് ക്രാഫ്റ്റിൻ്റെ ഡാർക്ക് സൈഡ് വെച്ച് കളിച്ചുകൊണ്ടിരുന്ന ഒരു വിച്ചാണ്. അപ്പം ആ ഒരു സൈഡ് നഷ്ടപ്പെട്ടപ്പം ആൾക്കാരെല്ലാം ആഗതയ്ക്കെതിരെ തിരിച്ചു വരുന്നു എന്നുള്ള സാധനം വെച്ചിട്ട് ആഗത ഇതിൽ പോകുന്നു, ഇത് അബ്സോർവ് ചെയ്യുന്നതായിരിക്കും ഒരു സ്റ്റോറിൽ കാണിക്കാനായിട്ട് പോകുന്നത്. എനിക്കിതിനകത്ത് ഏറ്റവും ബോറിംഗ് ആയിട്ട് തോന്നുന്നത് ഇതിനകത്തെ അഭിനയമാണ്. പിന്നെ ഒരു വാണ്ടാൻ വിഷൻ കുറച്ച് കോമഡി ഉള്ളതായിരുന്നുവെങ്കിൽ ഇതിനകത്ത് ഫണ്ണി സീൻസേ ഇല്ല 2 എപ്പിസോഡിലും. പിന്നെ ഡയലോഗ്സൊക്കെ എന്തൊക്കെയോ ഭയങ്കര. ഇതിനകത്ത് ആവറി പ്ലാസ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മാർവൽ പ്രോജക്റ്റുകളിൽ ദ ഗേയസ്റ്റ് പ്രോജക്റ്റ് ആയിരിക്കും ആഗത ലോകം എന്നാണ്. എന്തിനെന്നാണ് എനിക്ക് ചോദിക്കുന്നത്. ഇതുവരെ കാണിച്ചതൊന്നും പോരെ, ഇനിയും ഈ ഒരു LGBTQ വെച്ചിട്ട് ഇനിയും ഈ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിനെ നശിപ്പിക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വാണ്ടാൻ വിഷൻ്റെ സെയിം ക്രിയേറ്റർ തന്നെയാണ് ഇതും ചെയ്യുന്നത്. പുള്ളിക്കാരി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി ബാക്കിയുള്ള എത്ര 7 എപ്പിസോഡുണ്ട്, 7 എപ്പിസോഡുകൾ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. ആദ്യത്തെ 2 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ, ആവറേജ് അല്ലേ ബിലോ ആവറേജ്, ഇതിനപ്പുറം ഇതൊരു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതിനകത്ത് ഒരു വലിയ സാധനം വരണമെന്നുണ്ടെങ്കിൽ ഇതെങ്കിലും വലിയ ക്യാമിയോ ഒക്കെ വരണം. ക്യാമിയോ ഉണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അത് സ്കാർലറ്റ് വിച്ചാണോ വിഷനാണോ എന്നൊക്കെ ഇങ്ങനെയുള്ള റൂമറുകളുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. പിന്നെ കണ്ടു നോക്കുക, മാർവൽ ഫാൻസ് ഇപ്പം എന്ത് തന്നാലും നമുക്ക് കാണാനല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ കണ്ടു നോക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.